ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം നടക്കുന്നത് കാണാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെങ്ങനെയായിരുന്നു എന്നുള്ള അനുഭവം ഞാൻ ജസ്റ്റ് പങ്കിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കാലം കൂടിയാണ് കേട്ടോ ഞാനൊരു കാർണിവലൊക്കെ പോലെയുള്ള ഒരു ഇതിൽ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു. അതിനുശേഷം എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ ലണ്ടനിലൊക്കെ നമ്മൾ വൈറലായിട്ടുള്ള ലണ്ടൻ സ്ട്രോബെറി അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വോഫിൾസും കൊള്ളായിരുന്നു, അതും ഞാൻ ട്രൈ ചെയ്തു. അത് കഴിച്ചതും ഒറ്റയടിക്ക് തീർന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നുമില്ല. അതിന് ശേഷം ഞാനിങ്ങനെ ദൂരോട്ട് നോക്കിയപ്പോഴാണ് ഈ ജയൻറ്റ് വീല് കണ്ടത്. അപ്പോൾ കുറേ നാളായിട്ടൊരു ആഗ്രഹമാണ് ജയൻറ്റ് വീല് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാർണിവലിൽ വരുമ്പോൾ ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഭയങ്കര പേടിച്ചിട്ടാണെങ്കിലും കയറി തുടങ്ങിയപ്പോൾ ആദ്യമേ ഒരിത്തിരി പേടിയെങ്കിലും തോന്നിയെങ്കിലും പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഫുൾ എൻജോയ്മെൻറ്റും തമാശ പറച്ചിലൊക്കെ ആയിരുന്നു. എൻ്റെ ഈ അട്ടഹാസം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എന്തോരം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. അത് മുകളിലിരുന്ന് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കും തോറും നല്ല രസമായി. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പയ്യെ തല ഇറങ്ങണ പോലെ ആയിട്ടുണ്ടായിരുന്നു. അത് കറങ്ങി കുറേ നേരം ഒരു അരമണിക്കൂറോളം എന്തോ എടുത്തു ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോഴേക്കും ഏകദേശം എൻ്റെ തല ഏകദേശം നല്ലൊരു പരുവത്തിലായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം എനിക്ക് അടുത്തൊരു ഇത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് മരണക്കിണറായിരുന്നു. സത്യത്തിൽ അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു. ഇതിലൊന്നും പോവാതെ നേരെ എന്തിനാണ് ഇതിലോട്ട് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പോയി അതിലെ കാഴ്ചയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം എൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഇങ്ങനെ സ്റ്റണ്ടുകൾ ഓരോന്ന് ചെയ്യുന്ന കണ്ടപ്പോഴേക്കും എനിക്ക് ആകെ മൊത്തത്തിലൊരു വല്ലാത്ത ഇതായിപ്പോയി. പിന്നെ കൂടുതൽ നേരമൊന്നും നിന്നില്ല കേട്ടോ, അവിടെ നിന്ന് നേരെ ഇറങ്ങി. പക്ഷെ എന്തായാലും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു കാർണിവലിന് വരുന്നത്.